ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ഇന്നലെ നമ്മൾ ശ്ലോകം നമ്പർ 34 വരെ പഠിച്ചു. അധ്യായം 13, സ്കന്ധം 1. ഈ ഒരു സെക്ഷനിൽ നമ്മൾ വായിക്കുന്നത് ധൃതരാഷ്ട്രർ, ഗാന്ധാരി, വിതുരര് അവരെല്ലാവരും വീട് വിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും യുധിഷ്ഠിര രാജാവ് വിഷമിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നോക്കാം 35-ാമത്തെ ശ്ലോകം. സൂത ഉവാച കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹകർഷിതഃ ആത്മേശ്വരം അചക്ഷാണോ ന പ്രത്യാഹാതി പീഡിതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 35. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹകർഷിതഃ ആത്മേശ്വരാമജക്ഷാണു ന പ്രത്യാഹാതി പീഡിതഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ജയ ശ്രീല പ്രഭുപാദ്. സൂത ഗോസ്വാമി പറഞ്ഞു, അനുതാപത്താലും ചിത്തവിക്ഷോഭത്താലും സഞ്ജയൻ തന്റെ യജമാനനായ ധൃതരാഷ്ട്രരെ കാണാത്ത മാനസിക വ്യഥയിലായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് മഹാരാജാവ് യുധിഷ്ഠിരന് വേണ്ട വിധം ഉത്തരമേകാനായില്ല. ഹരേ കൃഷ്ണ. സഞ്ജയൻ വിഷമിച്ചിരിക്കുകയാണ്. കാര്യം സഞ്ജയന്റെ യജമാനനാണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ പോയ കാര്യം സഞ്ജയനും മനസ്സിലാക്കുന്നു. ആരോടും പറയാതെയാണ് പോകുന്നത്. അപ്പോൾ സഞ്ജയന് വിഷമായിരിക്കുന്നു. ആ ഘട്ടത്തിൽ എന്താണ് യുധിഷ്ഠിര മഹാരാജാവിനോട് പറയേണ്ടത് എന്നുള്ളത് സഞ്ജയൻ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വിഷമത്തിലായിരുന്നു. 36. വിമർജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രും പ്രത്യൂചേ പ്രഭോ പാദൗ അനുസ്മരൻ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 36. ഓം നമോ ഭഗവതേ വാസുദേവായ. വിമൃജ്യാശ്രുണിപാണിഭ്യാം വിഷ്ടാഭ്യാത്മാനാത്മന അജാതശത്രും പ്രത്യുച്ഛേ പ്രഭോപാദാവനുസ്മരൻ. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയം. ആദ്യം ബുദ്ധിയാൽ സ്വമനസ്സിനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം അശ്രുക്കൾ തുടച്ച് തന്റെ യജമാനനായ ധൃതരാഷ്ട്രരുടെ പാദങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മഹാരാജാവ് യുധിഷ്ഠിരനോട് അദ്ദേഹം മറുപടി പറയുവാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ധൃതരാഷ്ട്രർ പോയതിനു ശേഷം സഞ്ജയൻ വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു അവരെവിടെയാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരവില്ല. ആ സമയത്ത് അദ്ദേഹം മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തി കണ്ണുകളിലുള്ള കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ധൃതരാഷ്ട്രയെ ഓർത്തുകൊണ്ട് സഞ്ജയൻ യുധിഷ്ഠിര മഹാരാജനോട് ഉത്തരം പറയാൻ പോകുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ധൃതരാഷ്ട്രർ പോയി, ശരിയാണ്. അതിൽ നിന്ന് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറെ ലെസൺസ് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ ഓർക്കാവുന്നത്, ശീലപ്രഭുപാദ് പറയുന്നുണ്ട് മുമ്പുള്ള ഭാവാർത്ഥത്തിൽ, അതായത് നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം വേറെ ആൾക്ക് ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിന് പോവാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വിരക്തി എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത് ശരിയാവണമെങ്കിൽ, അത് പ്രോപ്പറായി, അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് കഴിഞ്ഞാൽ അടുത്തൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ
ഇവിടെ ധൃതരാഷ്ട്ര കാര്യം തന്നെ, ധൃതരാഷ്ട്രോ അല്ലെങ്കിൽ ആരുടെ കാര്യം വേണമെങ്കിൽ എടുക്കാം. അതായത് നല്ലൊരു ഫ്യൂച്ചർ കണ്ടുകൊണ്ടാണ് അവര് ഇപ്പോൾ ഉള്ളത് എല്ലാം ഉപേക്ഷിച്ച്, കാര്യം ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇന്ദ്രിയ സുഖഭോഗങ്ങളല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനപ്പുറത്ത് ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട്, ആത്മീയ തലത്തിലുള്ള ഒരു ജീവിതമുണ്ട്, ആത്മീയ തലത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് ആ ഫ്യൂച്ചർ കണ്ട്, അല്ലെങ്കിൽ അങ്ങനൊരു നല്ലൊരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് കാണുന്നില്ല എന്നെങ്കിൽ അവരുടെ വിരക്തിയും വൈരാഗ്യവും ശരിയാവില്ല. കാര്യം അതിൽ ഉറച്ചു നിൽക്കില്ല, പിന്നെ തിരിച്ചു വരും. അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, പല ആളുകൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരു ആവേശത്തിന്റെ പുറത്ത് പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, ഇവിടെ നിന്ന് പല ഭക്തരും, ഇവിടെ നിന്നല്ല, ഇപ്പോൾ പുറമെ ജോലി ചെയ്യുന്ന പലവരും എല്ലാം ഉപേക്ഷിച്ച്, അതായത് കുറച്ച് സമയം അധികം പ്രായമാവുന്നേക്കാൾ മുമ്പ്, അതായത് റിട്ടയർ ആവാനുള്ള പ്രായമൊന്നും ആവുന്നേക്കാൾ മുമ്പ് തന്നെ ചിലപ്പോൾ വോളണ്ടറിലി റിട്ടയർമെന്റ് ഒക്കെ എടുത്തു പോകും. ഈവൻ 50 വയസ്സ് വരെ കാത്തു നിൽക്കാതെ ചിലപ്പോൾ 45 വയസ്സിൽ അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചില ആളുകൾ അതായത് എല്ലാം ഉപേക്ഷിച്ച് ഇനി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ട്, ഇനി ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനങ്ങളിലേക്ക് എൻ്റെ സമയവും എൻ്റെ ശക്തിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്ത് പോകുന്നവരുണ്ട്. ചിലപ്പോൾ അവര് ഏതെങ്കിലും ഫാം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ധാമിലേക്ക് പോകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ പലവർക്കും വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പോയതിനു ശേഷം കുറെ ആളുകളൊക്കെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും, കുറെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട് അത് പറ്റാതെ. ധാമിൽ പോവുകയാണെങ്കിൽ ധാമിലെ ചൂട്, തണുപ്പ്, കാര്യം എല്ലാം എക്സ്ട്രീംസ് ആണ്. വൃന്ദാവനമാണെങ്കിലും മായപ്പൂർ ആണെങ്കിലും തണുപ്പും ചൂടും, ചൂടുകാലമാകുമ്പോൾ നല്ല ചൂടും, തണുപ്പ് കാലമാകുമ്പോൾ നല്ല തണുപ്പുമാണ്. അതേപോലെ അവിടുത്തെ വെതറിന്റെ പ്രശ്നം, കാര്യം പ്രത്യേകിച്ചും പുറത്ത് ജീവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലെ ആ ഒരു വെതറുമായിട്ട്, കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുവാൻ പരിചയമില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ സുഖ സൗകര്യങ്ങളിൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൈസ കയ്യിൽ നിന്ന് ചെലവാകുമ്പോൾ, ഈ സേവിങ്സ് എടുത്ത് നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ കുറച്ച് അതിനൊരു ആ സേവിങ്സ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഒരു ആദി ഉണ്ടാവുന്നു. അങ്ങനെ പല രീതിയിലും പല ആളുകൾക്കും പല ടെൻഷൻസും വരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും പഴയ പോലെ ജോലിക്കായി വരുന്നു. എല്ലാം ഉപേക്ഷിച്ച് പോയ ആളാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ പ്രോപ്പറായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് എടുത്ത തീരുമാനം ശരിയായോ ഇല്ലേ എന്നുള്ളത് പിന്നീട് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്നത്, ശരിയായില്ല തോന്നുന്നു, ഒന്നും ശരിയാവുന്നില്ല, ഇനി തിരിച്ചു പോവാം, തിരിച്ച് ജോലിക്ക് പോവാം, വീണ്ടും വരുന്നു. അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഡിസിഷൻ, ഇങ്ങനെയുള്ള വാനപ്രസ്ഥം അല്ലെങ്കിൽ വൈരാഗ്യം, വിരക്തി എന്നൊക്കെ പറയുന്നത് തമാശയല്ല. അതെല്ലാം ആലോചിച്ചും ഒരുപാട് ഡിസ്കസ് ചെയ്തും വരിഷ്ഠരായിട്ടുള്ള ഭക്തരുമായിട്ട് ചർച്ച ചെയ്ത്, ഗുരുവായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്ത് പിന്നെ അത് അബദ്ധമായി തോന്നുന്നു, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് വരാൻ പാടില്ല. അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഫ്യൂച്ചർ നമ്മുടെ മുമ്പിൽ, അതായത് ആ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടായിരിക്കണം, ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഞാനിത് ചെയ്യുവാനുള്ള കാരണം എന്താണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. അങ്ങനെ പല രീതിയിലും ആ ഒരു മെച്യൂരിറ്റി ഉണ്ടെങ്കിലേ ആ ചെയ്യുന്ന കാര്യം ശരിയാവുകയുള്ളൂ, സക്സസ് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം പഴയ പോലെയായി ആകെ. ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങൾ അത്രയും നല്ല രീതിയിൽ ചിലപ്പോൾ ഇത് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയായിട്ട് വല്ല കാര്യമുണ്ടോ? മനസമാധാനമില്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതേപോലെ റിട്ടയർ ആയി പോയി എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വലിയൊരു അസുഖം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നു, അപകടം സംഭവിക്കുക, എന്താണെങ്കിലും, അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നപ്പോൾ സേവിങ്സിന്റെ ഒരു ഭാഗമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യം വന്നു, ഇനി വന്നാൽ എന്ത് സംഭവിക്കും? സേവിങ്സിലാണ് ജീവിക്കുന്നത്, വരുമാനം ഇല്ല, വരുമാനം നിന്നിരിക്കുന്നു. അപ്പോൾ ടെൻഷനായി. അപ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കാം ആളുകൾക്ക്. അപ്പോൾ
ഇങ്ങനെയുള്ള റിട്ടയർമെന്റും വാനപ്രസ്ഥം എന്ന് പറയുന്നത് തമാശയല്ല, ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്കത് പഠിക്കാവുന്ന അടുത്തൊരു ലെസൺ ആണ്. ആ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടെങ്കിൽ, അത്രയും വിശ്വാസം, ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തുള്ള വിശ്വാസവും മാത്രമല്ല ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ നിശ്ചയദാർഢ്യം അത്രമാത്രം എന്താ പറയാ, ആ ഡിറ്റർമിനേഷൻ നല്ലോണം ഉണ്ടാവണം. ഇതെല്ലാം വരുമ്പോഴാണ് ഇത് സക്സസ് ആവുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ അത് നടക്കാതെ വരുമ്പോൾ വിഷമമായി, പ്രശ്നമായി, പിന്നെ പഴയ പോലെയായി. അതാണ്. ഓക്കെ, 37. സഞ്ജയൻ ഇനി ഉത്തരം പറയുന്നു. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം ഉത്തരം പറയാൻ പോകുന്നു. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസ്ഥിതം പിത്രോർവാ കുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മുഷ്ടിതോസ്മി മഹാത്മഭി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസ്ഥിതം വിപ്രോർവാകുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മുഷിതോ അസ്മി മഹാത്മഭീഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് പൂജി. സഞ്ജയൻ പറഞ്ഞു, എന്റെ പ്രിയ കുരുവംശനന്ദന, അങ്ങയുടെ ഇരു പിതൃഭ്രാതാക്കളുടെയും മാതാവ് ഗാന്ധാരിയുടെയും ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്. ഹേ രാജാവേ, ആ ശ്രേഷ്ഠ ആത്മാക്കളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ സഞ്ജയൻ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത്, അവരെവിടെ പോയി എന്നുള്ളതിന്റെ വിവരം എനിക്കില്ല. കാര്യം സഞ്ജയനും അറിയുന്നില്ല അവര് പോകുന്നത്, ആരോടും പറയാതെയാണ് പോകുന്നത്. എന്നിട്ട് പറയുന്നു, ഞാനും ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ചതിക്കപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, സഞ്ജയൻ അത്രയും, അതായത് ധൃതരാഷ്ട്രരുടെ സെക്രട്ടറിയായി, അസിസ്റ്റന്റായി ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ആ ഒരു നല്ലൊരു അടുപ്പമാണുള്ളത് ഗാന്ധാരിയായിട്ടും ധൃതരാഷ്ട്രമായിട്ടും വിതുരരായിട്ടും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തോട് പറയാതെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിഷമം കൊണ്ട് പറയുവാണ്. അദ്ദേഹം പറയുന്നു, ഞാനും മുഷ്ടിത, ഞാനും ചതിക്കപ്പെട്ടു, അതായത് എന്നോട് പറയാതെ പോയി എന്നുള്ളത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചില വരിഷ്ഠരായിട്ടുള്ള ആളുകൾ അവര് ചിലപ്പോൾ, അതായത് പല തീരുമാനങ്ങളും എടുക്കും. പല തീരുമാനങ്ങളും എടുക്കും. ഇപ്പോൾ സഞ്ജയനോട് പറയാതെ പോയി, യുധിഷ്ഠിര മഹാരാജനോട് പറയാതെ പോയി. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ തോന്നാം, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, വലിയൊരു ചതിയായി പോയി, അറിഞ്ഞില്ല, പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ, ഇപ്പോൾ ധൃതരാഷ്ട്രർ ഇപ്പോൾ മഹാത്മാവാനുള്ള ഒരു പാതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വിതുരർ ഓൾറെഡി മഹാത്മാവാണ്. എന്താണെങ്കിലും ഭക്തർ അല്ലെങ്കിൽ വരിഷ്ഠരായിട്ടുള്ളവർ ഇവിടെ പറയുന്നു, അങ്ങനെയുള്ളവര് ചിലപ്പോൾ ഇതേപോലെ ആശ്ചര്യജനകമായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കാം. നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ മറ്റുള്ളവർക്ക് അതൊരു ചതിയായിട്ടോ, ചതി എന്ന് ഉദ്ദേശിക്കുന്നത് പൈസയുടെ ചതിയോ അങ്ങനെയുള്ള സംഭവമല്ല നമ്മൾ പറയുന്നത്. ഇതുപോലെ പറയാതെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അതുകൊണ്ട് വലിയൊരു കാര്യമുണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്യില്ല അങ്ങനെയുള്ള മഹാത്മാക്കൾ. അതാണ്. ഇപ്പോൾ അതിന് ഉദാഹരണം പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു, ദ്രോണാചാര്യര് ഇത് യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലെ, നുണ പറയാൻ വേണ്ടി പറയുന്നു. നമുക്കറിയാം എന്താണെന്നുള്ളത്. അശ്വത്ഥമാവും മരിച്ചു എന്നുള്ളത് പറയാൻ പറയുന്നു. അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു ആനയും ഉണ്ടായിരുന്നു. ഭഗവാൻ അത് പറയാനാണ് പറഞ്ഞത്. അപ്പൊ ദ്രോണാചാര്യർക്ക് അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമമാവും. പിന്നെ അത് ഒരു ടാക്ടിക്സ് ആയിരുന്നു. പക്ഷേ ഭഗവാൻ അത് പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് അതുകൊണ്ട് വലിയ വലിയ ആളുകൾ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതോ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വലിയൊരു പർപ്പസ്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു വലിയൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാര്യം അതിലെന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും. നമ്മൾ ആളുകളെ ചീറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആളുകളെ പറ്റിക്കുന്ന പോലെയുള്ള കാര്യമല്ല അത്. ഈ പറ്റിക്കലല്ല ശരിക്കും. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, കാര്യമുണ്ടായിരുന്നു. കാര്യങ്ങൾക്ക് വേണ്ടി
വലിയൊരു കാരണം ഉണ്ടാവും അതിന്റെ പുറകിൽ. അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റോ കുഴപ്പമോ അല്ല എന്നുള്ളതാണ് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭാവത്തിൽ അദ്ദേഹം പറയുന്നു. ഇവിടെ ധൃതരാഷ്ട്രരുടെ കാര്യം, വിതുരരുടെ കാര്യം, ഗാന്ധാരിയുടെ കാര്യം അവർ ചെയ്തത് എന്തെങ്കിലും തെറ്റാണോ? ഒരിക്കലും അല്ല. അവർ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാര്യം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് മാറി ബാക്കിയുള്ള സമയം ഇനി ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു. അത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമല്ല. കാര്യം ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് അവർ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ സഞ്ജയനോട് പറയാഞ്ഞതും യുധിഷ്ഠിര മഹാരാജനോട് പറയാഞ്ഞതും തെറ്റല്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, യുധിഷ്ഠിര മഹാരാജനോട് പറയായിരുന്നില്ലേ? കാര്യം യുധിഷ്ഠിര മഹാരാജു ഇത്രയും സ്നേഹിച്ച് ധൃതരാഷ്ട്രയും ഗാന്ധാരിയും സ്നേഹിച്ചിരുന്നു, വിതുരരെയും സ്നേഹിച്ചിരുന്നു, അവരെ അത്രമാത്രം കെയർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉള്ള യുധിഷ്ഠിര മഹാരാജനോടെങ്കിലും പറയായിരുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആർക്കെങ്കിലും തോന്നാം. പക്ഷെ അത് മനസ്സിലാക്കണം, അതിന്റെ പുറകിൽ വലിയൊരു കാരണമുണ്ട്. കാര്യം യുധിഷ്ഠിര മഹാരാജാവ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം, സ്നേഹമുള്ളപ്പോൾ അങ്ങനെ ഒരാൾ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് ഇറങ്ങി പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു, അവരത് ചെയ്തു. കാര്യം അതിന്റെ പുറകിൽ വലിയൊരു കാരണമുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇവിടെ ശ്രീല പ്രഭുപാദ് വേറെയും 2 ഉദാഹരണങ്ങൾ പറയുന്നു. സനാതന ഗോസ്വാമി, അദ്ദേഹം നവാബ് ഹുസൈൻ ഷായുടെ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ജയിലിൽ ഇടുന്നു അല്ലെ? നമുക്കറിയാം, ഈ കഥ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതിമനോഹരമാണ്. ചൈതന്യലീല പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അത്രമാത്രം മനസ്സിനും ഹൃദയത്തിനും സന്തോഷം തരുന്നതാണ്. ശ്രീല റൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും നവാബ് ഹുസൈൻ ഷായുടെ കീഴിൽ, മുസ്ലിം രാജാവിന്റെ കീഴിൽ ഹോം മിനിസ്റ്ററും അതേപോലെ ചീഫ് മിനിസ്റ്ററുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അവർക്ക് ജോലി എടുക്കേണ്ടി വരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, രാമകേളിയിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ, അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളെയും നശിപ്പിക്കും എന്നുള്ളൊരു താക്കീത് ഈ നവാബ് ഹുസൈൻ ഷാ കൊടുത്തു. കാര്യം റൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, ഇവർ രണ്ടുപേരും അമറും സന്തോഷ്, അങ്ങനെയാണ് പേര്. റൂപ ഗോസ്വാമി, സന്തോഷ്, സനാതൻ ഗോസ്വാമി, അവര് ചെറുപ്പമായിരുന്ന സമയത്ത്, അതായത് അധികം പ്രായമാകാത്ത യൗവനാവസ്ഥയില് അവർ അതിബുദ്ധിശാലികളാണ്, പണ്ഡിതരാണ്, എല്ലാ കഴിവുകളും ഉള്ളവരാണ്. ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ നവാബ് ഹുസൈൻ ഷായ്ക്ക് മനസ്സിലായി, എന്റെ രാജ്യത്ത് അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്റെ മിനിസ്റ്റേഴ്സ് ആയിട്ട്, എന്റെ മന്ത്രിമാരായിട്ട് ഇവരെ നിയോഗിക്കാം. കാര്യം കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. അവര് ആദ്യം പറഞ്ഞു സാധിക്കില്ല. കാര്യം ഈ മാംസം കഴിക്കുന്ന, പശുവിനെ കൊന്ന് കഴിക്കുന്ന നവാബിന്റെ കൂടെ ജോലി ചെയ്യാൻ ആരാണ് സമ്മതിക്കുന്നത്? കാര്യം റൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമിയും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ളവരാണ്. അവരാദ്യം സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരോട് പറഞ്ഞു, താക്കീത് കൊടുത്തു, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഓഫർ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവരെയും, ഹിന്ദുക്കളെ എല്ലാവരെയും ഞങ്ങൾ മുസൽമാന്മാരാക്കും, മാത്രമല്ല എല്ലാ സ്ത്രീകളെയും നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. മറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനുള്ള എല്ലാ പെർമിഷനും ഞാൻ തരും. ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. ആ ഗ്രാമത്തിൽ ആരെയും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് എന്ത് ആഘോഷങ്ങൾ നടത്താം, പൂജകൾ നടത്താം, അതൊക്കെ നടത്താം. ഞങ്ങൾ അതിന് തടസ്സം നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് നവാബിന്റെ കൂടെ ജോലി ചെയ്യുന്നത്. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അവർക്ക് സാധിക്കാതെ, അവർക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് മുഴുവനും ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണങ്ങളിലാണ്, ശ്രീചരണങ്ങളിലാണ്. അങ്ങനെ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് ഓടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ ഒരിക്കൽ രാമകേളിയിൽ മഹാപ്രഭു വന്നു എന്ന് അറിഞ്ഞപ്പോൾ ശിലറൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ മഹാപ്രഭു വന്ന സമയത്ത് നവാബ് ഹുസൈൻ ഷാ
അദ്ദേഹത്തിന് ഒരു ഹിന്റ് കിട്ടിയ കാര്യം, മഹാപ്രഭുവിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. മഹാപ്രഭു എവിടെ പോകുന്നു അവിടെ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവാബ് ഹുസൈൻ ഷായ്ക്ക് തോന്നി സാധാരണ ഒരാൾക്ക് ഇത് സാധിക്കുന്ന കാര്യമല്ല. ഇദ്ദേഹം ഒരു പ്രവാചകൻ തന്നെയാണ്, ഭഗവാന്റെ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് തോന്നി ആ സമയത്ത്. അതുകൊണ്ട് മഹാപ്രഭുവിനെ ഡിസ്റ്റർബ് ചെയ്തില്ല അദ്ദേഹത്തിനോട് ഇവരും പറഞ്ഞു. ഇവര് പക്ഷെ ന്യൂട്രൽ ആയിട്ടാണ് ഡീൽ ചെയ്തത്. കാര്യം മഹാപ്രഭുവിന്റെ മഹാപ്രഭുവിനെ സ്തുതിച്ചുകൊണ്ടൊന്നും കൂടുതൽ ഇവർ പറഞ്ഞില്ല. കാര്യം അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഡൗട്ട് ആവും, നവാബിന് ഡൗട്ട് ആവും. അപ്പൊ അതുകൊണ്ട് അവര് ന്യൂട്രലായി നിന്നു. എന്നാൽ നവാബിന് നല്ലൊരു ബോധമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ മഹാപ്രഭുവിനെ ഡിസ്റ്റർബ് ചെയ്തില്ല. മാത്രമല്ല ഇവര് രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാനുള്ള പെർമിഷനും എടുത്ത് അവര് പോകുന്നു. അങ്ങനെ രാമഖേളിൽ വെച്ച് കാണുന്നു മഹാപ്രഭുവിനെ. ആദ്യമായിട്ട് കാണുമ്പോൾ അവിടെയാണ് രണ്ടുപേരും രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും അമറും സന്തോഷും രൂപ സനാതൻ ആവുന്നത്. അവിടെ വെച്ചാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവരെ അനുഗ്രഹിക്കുന്നു. ആ സമയത്ത് ജീവഗോസ്വാമി കുട്ടിയാണ്. കുട്ടി ജീവഗോസ്വാമിയെ മഹാപ്രഭു അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു സനാതൻ ഗോസ്വാമിയോടും രൂപ ഗോസ്വാമിയോടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ്, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ ചൈതന്യ ലീല നമ്മൾ പഠിക്കുമ്പോൾ ഇതിനു ശേഷം എന്താണെന്ന് അറിയില്ല, എപ്പോഴെങ്കിലും ആ സമയത്ത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ മഹാപ്രഭു അവരോട് പറഞ്ഞു, ഇവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് ഇതെല്ലാം അവസാനിപ്പിച്ച് അങ്ങയുടെ കൂടെ വരണം എന്നാണ് ആഗ്രഹം. അങ്ങയുടെ പാദങ്ങളിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കണം. ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, മന്ത്രിമാരായിട്ട് ഈ ഹുസൈൻ ഷായുടെ കീഴിൽ നിൽക്കുന്നത്. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, സമയമായിട്ടില്ല, സമയമാവുമ്പോൾ ഞാൻ അറിയിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള എല്ലാ ഇൻഡിക്കേഷനും കിട്ടും, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുന്നു. അങ്ങനെ സനാതൻ ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും തിരിച്ചു പോന്നു. രൂപ ഗോസ്വാമിയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം റിട്ടയർ ആവുന്നു. നവാബ് ഹുസൈൻ ഷാ എങ്ങനെയോ രൂപ ഗോസ്വാമിയെ റിട്ടയർ ആവാൻ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജോലി ഉപേക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പാരിതോഷികമായിട്ട് പറയുന്നു 2 ബോട്ട് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു പാരിതോഷികമായിട്ട്. റിട്ടയർമെന്റ്, അതായത് നമ്മൾ പറയില്ലേ ഗ്രാറ്റുവിറ്റിന്നോ PF എന്നോ എന്ത് വേണേ പറയാം, അത് അങ്ങനെ കിട്ടുന്നു. എന്നാൽ സനാതൻ ഗോസ്വാമി വിട്ടില്ല. ഒരാളോട് പറഞ്ഞു, ഓക്കെ ഒരാൾ പോയി, പക്ഷെ എനിക്ക് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഞാൻ വികലാംഗനായി മാറും. കാര്യം വലതും ഇടതുമാണ് ഇവര് രണ്ടുപേരും. അത്രമാത്രം നവാബ് ഹുസൈൻ ഷായ്ക്ക് അഡ്മിനിസ്ട്രേഷന്റെ കാര്യം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാര്യം ഇവര് രണ്ടുപേരും ചെയ്യും. ഇവര് രണ്ടുപേരും അതിഗംഭീരമായിട്ട് മാനേജ് ചെയ്യും കാര്യങ്ങളെല്ലാം. ഒന്നിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹം സുഖമായിട്ടിരിക്കുകയായിരുന്നു ഇവര് ഉള്ള സമയത്ത്. പക്ഷെ ഒരാൾ പോയപ്പോൾ അദ്ദേഹത്തിന് പറ്റാതെയായി. പക്ഷെ സനാതൻ ഗോസ്വാമിയോട് പറഞ്ഞു, പോകരുത്, പറ്റില്ല, നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞു. സനാതൻ ഗോസ്വാമി കുറച്ചു കാലം കൂടെ പിടിച്ചു നിന്നു. കുറച്ച് പൈസ, ഇതിലെ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ രൂപ ഗോസ്വാമി അവിടെ അടുത്തുള്ള ഒരു കച്ചവടക്കാരൻ, ആ സമയത്ത് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കച്ചവടക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് പോലെ ബാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അത് സനാതൻ ഗോസ്വാമിക്ക് ആവശ്യം ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് അറിയാം ഫ്യൂച്ചറിൽ. കാര്യം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പൈസയുടെ ആവശ്യം ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പോൾ അതെല്ലാം അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് അത് വെച്ചു. ബാക്കി പിന്നെ രൂപ ഗോസ്വാമി മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വൈഷ്ണവർക്കും അദ്ദേഹം ബന്ധുജനങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെ പിന്നെ രൂപ ഗോസ്വാമി ഇതെല്ലാം വിട്ട് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് സനാതൻ ഗോസ്വാമി ഇപ്പോഴും നവാബിന്റെ കൂടെയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് മതിയായി. അപ്പോൾ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് നവാബിന്റെ അടുത്ത്. നവാബ് ഹുസൈൻ ഷാ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. അവസാനം സനാതൻ ഗോസ്വാമി ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് അസുഖമാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം, സിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞ് നവാബിനോട് പറഞ്ഞു. നവാബ് പറഞ്ഞു, ശരി, അസുഖമായതുകൊണ്ട് കുഴപ്പമില്ല, നീ കുറച്ചു കാലം വരണ്ട, കുറച്ചു ദിവസം വരണ്ട, അസുഖം മാറിയിട്ട് വാ, തിരിച്ചു വരാൻ പറഞ്ഞു. കുറെ ദിവസമായി, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, സനാതൻ ഗോസ്വാമിയെ കാണുന്നില്ല. ആ സമയത്ത് നവാബ് ഹുസൈൻ ഷാ സേവകരെ വിട്ടുകൊണ്ട് ചോദിക്കും, എവിടെ ഈ സനാതൻ വരുന്നില്ല. ആ സമയത്ത് സാക്കര മല്ലിക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സാക്കര മല്ലിക്കിനെ കാണുന്നില്ല, വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് സേവകരെല്ലാം ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ വേണ്ടി സനാതൻ ഗോസ്വാമിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നടക്കുന്ന എന്താണ്? ഭാഗവത സപ്താഹം. സനാതൻ ഗോസ്വാമി വ്യാസാസനത്തിലിരിക്കുന്നു, ഒരുപാട് വൈഷ്ണവർ മുമ്പിലിരിക്കുന്നു, അവർ ഭാഗവതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ സേവകർ കയറി വന്ന് ചോദിച്ചു,
രാജാവ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കുറെ ദിവസമായി നിങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഉണ്ട്. ഉടനെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സനാതൻ ഗോസ്വാമി പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ വരില്ല ഇനി. ഇദ്ദേഹം പറഞ്ഞു, ഇവര് തിരിച്ചുപോയി പറഞ്ഞു നവാബിനോട്, ഇദ്ദേഹം വരുന്നില്ല, സക്കർ മലിക് വരുന്നില്ല എന്നുള്ളത്. നവാബ് ഓർഡർ കൊടുത്തു, വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, ജയിലിലിടാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകുന്നു, പിന്നെ ജയിലിൽ കൊണ്ടുവിടുന്നു. നവാബ് പറഞ്ഞു, ഇതെല്ലാം നീ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഉദ്ദേശത്തിലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്, പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല, നീ കുറച്ചു ദിവസം ജയിലിൽ കിടക്കാന്ന് പറഞ്ഞു ജയിലിലിട്ടു. ആ ജയിലിലിടുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അവിടെയുള്ള ഒരു ജയിലറിനെ സനാതൻ ഗോസ്വാമി പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സനാതൻ ഗോസ്വാമി ഇവിടെ ട്രിക്ക് എടുക്കുന്നു. സനാതൻ ഗോസ്വാമി പറയുന്നു അവരോട്, ജയിലറുമായിട്ട് ഒരു റിലേഷൻ അദ്ദേഹം ആദ്യം ബിൽഡ് ചെയ്യും. അതിനുശേഷം പറയുന്നു, എനിക്കൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ, മക്കയിലേക്ക് പോകണം. കാര്യം ആ സമയത്ത് സനാതൻ ഗോസ്വാമി താടിയെല്ലാം വെച്ച് സക്കരമല്ലിക്കായിട്ടിരിക്കുന്ന സമയമാണ്. ഈ മക്കയിലേക്ക് പോകണം, നിങ്ങൾ എന്നെ ഈ ജയിലിൽ നിന്ന് വിട്ടാൽ അതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. കാര്യം ഞാൻ പോകാൻ പോകുന്നത് മക്കയിലേക്കാണ്. പക്ഷെ വിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കാണ് ദോഷം. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞു, ഇനി അള്ളാഹ് പൊറുക്കില്ല ഞാൻ പോയില്ലെങ്കിൽ, നിങ്ങൾ അതുകൊണ്ട് എന്നെ വിടണം എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ വിടാൻ, പക്ഷെ ഞാൻ വിട്ടുകഴിഞ്ഞാൽ എന്റെ തല പോകും, അതുകൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സനാതൻ ഗോസ്വാമി അടുത്ത കാര്യം പറഞ്ഞു, എന്നാ ശരി, നീ പക്ഷെ ഞാൻ നിനക്ക് എന്നെ ഇവിടെ നിന്ന് മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വേറെ എവിടേക്കും അല്ല. പക്ഷെ എന്നെ പോവാൻ നീ അനുവദിക്കുകയാണെങ്കിൽ, ഞാനൊരു നല്ല കാര്യം നീ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചോദിക്കുകയാണ് ജയിലറിനോട്. അദ്ദേഹം പറയുന്നു, ജയിലർ പറയുന്നുണ്ട്, നല്ല കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് ഗുണമില്ല, മാത്രമല്ല എന്റെ തലയാണ് പോകാൻ പോകുന്നത്, എനിക്കതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. സനാതൻ ഗോസ്വാമി പറഞ്ഞു, ബെനിഫിറ്റ് ഉണ്ട്, ഗുണമുണ്ട്, നിനക്ക് 1000 സ്വർണ്ണ നാണയം തരാൻ തോന്നും. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സന്തോഷമായി. ജയിലർ സന്തോഷമായി അദ്ദേഹത്തിന്. പിന്നീട് ചിന്തിച്ചു അദ്ദേഹം, 1000-ൽ പിടികൊടുക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, പോരാ, ഇല്ല എനിക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സനാതൻ ഗോസ്വാമി 2000 കൂട്ടി. അപ്പോൾ ജയിലർ വീണ്ടും പറയുന്നു, ഇല്ല, നിങ്ങൾ എത്ര തരാമെന്ന് പറഞ്ഞാലും ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സനാതൻ ഗോസ്വാമി പറഞ്ഞു, 5000. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവസാനം സ്വർണ്ണ നാണയങ്ങൾ 5000 സ്വർണ്ണ നാണയത്തിന് മേലെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവസാനം ഓക്കെ എന്ന് പറയുന്നു. എന്നാലും സനാതൻ ഗോസ്വാമി പറഞ്ഞു അദ്ദേഹത്തോട്, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെ പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പറയുക, ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പറഞ്ഞു, അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ നേരത്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി, അവിടെ നിന്ന് പോയി മുങ്ങി, അങ്ങനെയും പറഞ്ഞു, അത്രയും പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞോളൂ, നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പിടിക്കാൻ നോക്കി പിടിക്കാൻ സാധിച്ചില്ല, എസ്കേപ്പായി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാൻ നിങ്ങൾക്കുള്ള സ്വർണ്ണ നാണയം ഞാൻ അറേഞ്ച് ചെയ്യും, ഇന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അവർ അഗ്രി ചെയ്തു. സനാതൻ ഗോസ്വാമി അവിടെ നിന്ന് പോകുന്നു, ജയിലിൽ നിന്ന് ചാടുന്നു. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സനാതൻ ഗോസ്വാമി ജയിലറിനെ ചീറ്റ് ചെയ്തു, പറ്റിച്ചു. പക്ഷെ അദ്ദേഹം അത് ചീറ്റ് ചെയ്തത് ഒരു വലിയൊരു പർപ്പസ് ഉണ്ടായിരുന്നു അതിന് പുറകിൽ. കാര്യം അദ്ദേഹം ഓടിപ്പോകുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ആ കാര്യം നടക്കാൻ വേണ്ടി കുറച്ച് നുണ പറയേണ്ടി വന്നു, കുറച്ച് അവിടെ അവരെ കളിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ ഹയർ പർപ്പസ് ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമിയും ചെയ്യുന്നുണ്ട്. ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കുറിച്ച് പറയുവാണെങ്കിലും രഘുനാഥ് ദാസ് ഗോസ്വാമി ഇതേപോലെ തന്നെ അദ്ദേഹം എപ്പോൾ മഹാപ്രഭുവിന്റെ അടുത്ത് ഓടിപ്പോവാന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രഘുനാഥ് ദാസ് ഗോസ്വാമി പോകുന്നുണ്ട്. മഹാപ്രഭു സന്യാസം എടുത്ത് ആദ്യം വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് പകരം ശ്രീ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ ഇവിടേക്ക് അദ്വൈതാചാര്യയുടെ ശാന്തിപൂരിലേക്ക് എത്തിക്കുന്നു. അവിടെ നവദ്വീപിൽ നിന്ന് എല്ലാവരും വരുന്നു, മഹാപ്രഭുവിന്റെ കൂടെ ഒരാഴ്ച താമസിക്കുന്നു, ശചിമാതയുണ്ട്, എല്ലാവരും ഉണ്ട്. ആ സമയത്ത്
രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ വന്നിട്ടുണ്ട്. രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരാഴ്ച മുഴുവനും അദ്വൈതാചാര്യരുടെ വീട്ടിൽ നിന്ന് മഹാപ്രഭുവിനെ സേവിച്ചിട്ടുണ്ട്. അന്ന് രഘുനാഥ് ദാസ് ഗോസ്വാമി ചെറുപ്പമാണ്. ആ സമയത്ത് മഹാപ്രഭു തിരിച്ച് ഇവിടെ പോകുമ്പോൾ ജഗന്നാഥപുരിലേക്ക് പോവാണെന്ന് കേട്ടപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് അദ്ദേഹം പറഞ്ഞു, ഞാനും കൂടെ വരുന്നു, എനിക്ക് ഇനി ഈ വീട്ടിലേക്ക് പോകണ്ട. കാര്യം രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചുകൊണ്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ധനികനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ പോകുന്നു പറഞ്ഞു. മഹാപ്രഭു പറഞ്ഞു, സമയമായിട്ടില്ല, തിരിച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു. മർക്കട വൈരാഗ്യം കാണിക്കരുത്, തിരിച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി. അങ്ങനെ അതൊരു പ്രാവശ്യമല്ല, ഇതുപോലെ പലതവണയും രഘുനാഥ് ദാസ് ഗോസ്വാമി മഹാപ്രഭുവിന്റെ അടുത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് മഹാപ്രഭു ഓരോ പ്രാവശ്യം താക്കീത് കൊടുത്തു, സമയമായിട്ടില്ല, മർക്കട വൈരാഗ്യം കാണിക്കരുത് നീ. ഇപ്പോൾ നീ മർക്കട വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആയിട്ടില്ല, നിനക്ക് വിടാറായിട്ടില്ല, നിനക്ക് വിരക്തിയും വൈരാഗ്യത്തിന്റെ സമയമായിട്ടില്ല. കാര്യം സമയമാവുമ്പോൾ അത് നിന്റെ ഉള്ളിൽ ഭഗവാൻ തോന്നിപ്പിക്കും, അന്ന് നീ ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തോട് പറയുന്നു, പുറമെ നീ എല്ലാവരോടും നന്നായി പെരുമാറുക, പുറമെ നീ ഭക്തനായി കാണിക്കണ്ട, പക്ഷെ ഉള്ളിൽ അന്തരെ നിഷ്ഠ കറു ബാഹ്യ വ്യവഹാരം. പുറമെ നിങ്ങൾ ലോക വ്യവഹാരം കാണിച്ചോളാൻ പറഞ്ഞു, സാധാരണ ആളുകളെ പോലെ ജീവിക്കുക, പക്ഷെ ഉള്ളിൽ നിഷ്ഠ കാണിക്കാൻ പറഞ്ഞു. അതായത് ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കാൻ എപ്പോഴും. അങ്ങനെ രഘുനാഥ് ദാസ് ഗോസ്വാമി ആക്ച്വലി അവിടെ അഭിനയിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ. അപ്പൊ അവർക്കൊക്കെ ഒരു ഇംപ്രഷനായി. കാര്യം ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ് വെച്ചിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. കാര്യം ഇദ്ദേഹം എപ്പോഴും ഓടിപ്പോവും, മതി എന്ന് പറഞ്ഞു മഹാപ്രഭുവിന്റെ അടുത്ത് ഓടിപ്പോവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവര് സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചിരുന്നു. പക്ഷെ അദ്ദേഹം മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹം അഭിനയം തുടങ്ങി. പുറമെ അദ്ദേഹം നോർമൽ ഒരു ആളെ പോലെ പെരുമാറി തുടങ്ങിയപ്പോൾ അവർക്ക് തോന്നി, ഇനിയിപ്പോ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, രഘുനാഥന്റെ സ്വഭാവം അല്ലെങ്കിൽ രഘുനാഥന്റെ ആ ഒരു ചിന്താഗതി മാറിയിട്ടുണ്ട്, ഇനി അവൻ കല്യാണമെല്ലാം കഴിച്ച് സുഖമായിട്ട് ഇവിടെ നമ്മുടെ കൂടെ ജീവിച്ചോളും, ഇനി അവന്റെ സെക്യൂരിറ്റി ഗാർഡൊന്നും അധികം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് 11 പേരെ വെച്ചിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരെ കുറച്ച് വന്നു. അങ്ങനെ കാര്യം അദ്ദേഹം നോർമൽ ആയിട്ടുള്ള ഒരു ആളായി എന്ന് തോന്നുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് നോർമൽ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കാനുള്ള ഒരു മനോഭാവത്തിലെത്തി എന്നുള്ള ധാരണ അവർക്ക് തോന്നുന്നു. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് അവസരം കിട്ടുന്നു. യദുനന്ദൻ ആചാര്യ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഒരു ദിവസം രാത്രി പറഞ്ഞു, യദുനന്ദൻ ആചാര്യ അവരുടെ ഫാമിലി പ്രീസ്റ്റ് ആണ്. അപ്പോൾ യദുനന്ദൻ ആചാര്യക്ക് എപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ വരാം, അത്രയും ഫ്രീഡം ആണുള്ളത്. രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞു, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് വിഗ്രഹങ്ങളുണ്ട്, ആ വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ഇപ്പോൾ വരുന്നില്ല, അവൻ ഇപ്പോൾ സേവനത്തിന് വരാതെ വീട്ടിലിരിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും അവനോട് പോയി കൺവിൻസ് ചെയ്യണം, തിരിച്ച് അവനെ സേവനത്തിലേക്ക് കൊണ്ടുവരണം. കാര്യം സേവനം ചെയ്യാൻ ആരുമില്ല, ആ ജോലി നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. രഘുനാഥ് ദാസ് ഗോസ്വാമി പറഞ്ഞു, ഞാൻ ഏറ്റു. അദ്ദേഹം യദുനന്ദൻ ആചാര്യോട് പറയുന്നു, ആചാര്യ വീട്ടിൽ പൊക്കോളൂ, ഞാൻ ബ്രാഹ്മണന്റെ അടുത്ത് പൊക്കോളാം, ബ്രാഹ്മണനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തിരിച്ച് ഞാൻ ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് യദുനന്ദൻ ആചാര്യ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. ആ ഒരു അവസരത്തിൽ രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടുന്ന് മുങ്ങുന്നു. അങ്ങനെ അദ്ദേഹം ഓട്ടം നിർത്തുന്നത് ജഗന്നാഥപുരിയിൽ എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും രഘുനാഥ് ദാസ് ഗോസ്വാമിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമി യദുനന്ദൻ ആചാര്യയെ അവിടെ ചതിക്കുന്നുണ്ട്. ചതിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനെ കൊണ്ടുവരാം, പൂജാരിയെ കൊണ്ടുവരാം, അങ്ങ് തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു പോയില്ല. അദ്ദേഹം നേരെ മഹാപ്രഭുവിന്റെ അടുത്ത് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു നല്ലൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ഹയർ കോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇത് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നു, ശാസ്ത്രം പഠിപ്പിക്കുന്നു. അത് ചില സമയങ്ങളിൽ ഇങ്ങനെയെല്ലാം നമുക്ക് തോന്നാം. അപ്പോൾ ഭഗവാൻ തന്നെ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ട്, കുരുക്ഷേത്ര യുദ്ധവും അതേപോലെ പല കാര്യങ്ങളും അല്ലെ. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ട് അത് ചെയ്തു? അതിന്റെ പുറകിൽ വലിയ കാരണമുണ്ട്. ആ കാരണം ഹയർ കോസ് ആണെങ്കിൽ സംശയമില്ല, അത് ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം ഇതൊരു
തെറ്റ് ചെയ്യുവാനോ ചതിക്കുവാനും നുണ പറയാനുമുള്ള ഒരു ഫ്രീഡം അല്ല ഇത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മൾ. നുണ പറയാം, ഓക്കെ, സനാതൻ ഗോസ്വാമി ചെയ്തു, രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്തു, അത് അപ്പോൾ നമുക്കും ചെയ്യാം, അങ്ങനെയല്ല. അതിന്റെ പുറകിൽ ഒരു ഹയർ കോസ് ഉണ്ടാവണം. മാത്രമല്ല ഇവരെല്ലാം വരിഷ്ഠരായിട്ടുള്ള ശുദ്ധഭക്തരാണ്. നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യുമ്പോൾ അത് അഹംഭാവവും അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള അസൂയ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ചതിക്കുന്നതും പറ്റിക്കുന്നതും നുണ പറയുന്നതും ഒക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തെ നമ്മൾ ശരിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനും ഇങ്ങനെയുള്ള പല കാരണമാണ് നമ്മൾ നുണ പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പോൾ പറ്റിക്കുന്നതൊക്കെ. അതിൽ സ്വാർത്ഥതയുണ്ട്. എന്നാൽ രഘുനാഥ് ദാസ് ഗോസ്വാമിയും ശ്രീല സനാതൻ ഗോസ്വാമിയും ചെയ്തതിൽ സ്വാർത്ഥതയില്ല. അതിനപ്പുറത്ത് വലിയൊരു കാരണമുണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ പ്രഭുപാദിന്റെ ജീവിതത്തിലെ എക്സാമ്പിൾ ഇവിടെ പറയുന്നു. ഞാനും ഒരു ദിവസം വീട് വിട്ടിറങ്ങി വീട് വിടേണ്ടി വന്നു. അപ്പൊ വീട്ടിലുള്ളവർക്ക് അത്ര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കുന്നില്ല തീർച്ചയായിട്ടും, അല്ലെ? ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ സന്തോഷമുള്ള കാര്യമായിരിക്കില്ല. എന്നാൽ അദ്ദേഹം ശ്രീല പ്രഭുപാദ്ജിയും ഇറങ്ങുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അദ്ദേഹം അന്ന് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഭാഗവതം ചർച്ച ചെയ്യുന്നു. അപ്പൊ നോക്കൂ, എത്രയോ ആളുകളെ അദ്ദേഹം ഉദ്ധരിച്ചു, എത്രയോ ആളുകളെ ലോകം മുഴുവനും ശ്രീമദ് ഭാഗവതം എത്തിച്ചു, ലോകം മുഴുവനും ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്തിച്ചു. ഇത്രയും അമ്പലങ്ങളും ഇത്രയും ഭക്തരും ഒക്കെ എന്നുണ്ടെങ്കിൽ മഹാപ്രഭുവിന്റെ ധാരയിൽ ഇത്രയും ആളുകൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നൃത്തം കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, ഭാഗവതം പ്രവാഹം നടക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ ഒരു കാരണം അന്ന് ശ്രീല പ്രഭുപാദ് ആ തീരുമാനം എടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ തീരുമാനങ്ങൾ, അവര് ചെയ്യുന്നത് എന്തും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച്. ഭഗവാനാണ് ഡയറക്ടർ. നമ്മുടെ ഡയറക്ടർ ഈഗോ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈഗോ, അഹങ്കാരം, അഹംഭാവം എന്ത് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്വാർത്ഥതയൊക്കെയാണ് നമ്മൾ. ഈ ത്രിഗുണങ്ങളുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനം അതിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. അനർത്ഥങ്ങളുടെ അനർത്ഥങ്ങൾ കാരണമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ തീരുമാനങ്ങൾ ഭഗവാൻ നേരിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും, നല്ല കാര്യമായിരിക്കും, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ഭഗവാന്റെ ഡിസിഷൻസ് എപ്പോഴും നല്ലതാണ്. ഭഗവാൻ ഒരിക്കലും നമ്മളെ പോലെ അങ്ങനെ ചെയ്യാം. നമുക്ക് എത്രയോ പ്രാവശ്യം പലപ്പോഴും സംഭവിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ചിന്തിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത വരും, അല്ലെ? കാര്യം ആ തീരുമാനം ശരിയായില്ല എന്നുള്ളൊരു ചിന്ത തോന്നും. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളിൽ അങ്ങനെയല്ല. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു, എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പ്ലാൻ പെർഫെക്റ്റ് ആണ്. നമ്മുടെ പ്ലാൻ പെർഫെക്റ്റേ അല്ല. അതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ. ശ്ലോകം 38. അഥാ ജഗാമാ ഭഗവാൻ നാരദ സഹ തുംബുരു പ്രത്യുത്തായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയൻ മുനിം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അഥാ ജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരുഃ പ്രത്യുത്ഥായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയാൻ മുനിം. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. സഞ്ജയൻ അപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കെ ഭഗവാന്റെ പ്രബല ഭക്തനായ ശ്രീ നാരദർ തന്റെ തമ്പുരുവുമേന്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാരാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ അനുജന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചു. തുടർന്ന് യുധിഷ്ഠിരൻ ഇപ്രകാരം സംസാരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ സഞ്ജയൻ പറയുന്നു, എന്ത് സംഭവിച്ചു എന്നറിയില്ല, എനിക്കും അറിയില്ല എന്ന്
പറയുന്ന അവസരത്തിൽ ആ സമയത്ത് അവിടെ ആരാണ് വരുന്നത്? ശ്രീപാദ് നാരദമുനി. നാരദമുനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും അദ്ദേഹം എൻ്റർ ചെയ്യുന്നു അല്ലെ. ശ്രീപാദ് നാരദമുനിയുടെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് അദ്ദേഹം സീനിൽ വരുന്നു. യുധിഷ്ഠിര മഹാരാജാവും എല്ലാവരും, സഞ്ജയനും എല്ലാവരും അത്ഭുതത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു, നമസ്കരിക്കുന്നു, അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു, ഇരിപ്പിടം കൊടുക്കുന്നു. ഇവിടെ ശ്രീപാദ് നാരദമുനിയെ എന്താണ് പറയുന്നത്? ഭഗവാൻ നാരദ. നാരദ മുനിയെയും ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഇതേപോലെ ശ്രീല സുഖദേവ് ഗോസ്വാമി ഭാഗവതത്തിൽ പല സ്ഥലങ്ങളിലും ഭഗവാൻ ഭാദരായണി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നാരദമുനിയുടെ ഭഗവാൻ നാരദ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? കാരണം വേറൊന്നുമല്ല, ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ടാണ്. നമ്മുടെ ആചാര്യന്മാർ ഇതിന് ഉദാഹരണം പറയുന്നു. അതായത് ഒരു വ്യക്തി കടൽക്കരയിൽ നിൽക്കുവാണ്, തിരമാലകൾ അടിക്കുന്നു, വെള്ളം കരയിലാണ് നിൽക്കുന്നത്, എന്നാൽ ഇടയ്ക്ക് കാല് നനഞ്ഞു പോകുന്നുണ്ട്, അത് തിരമാല വന്ന് വെള്ളം വന്ന് നിറയുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ അദ്ദേഹം കടലിന് ഉള്ളിലല്ല, പക്ഷെ തീരത്ത് നിൽക്കുവാണ്. തീരത്ത് നിൽക്കുന്ന ഒരാളെ അകലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം അവിടെയാണ് എന്ന് പറയും. അതായത് കടലിനോട് ചേർന്ന് നിൽക്കുവാണ്. അതേപോലെ ഭഗവാനുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെയാണ് എന്ന് പറയുന്ന പോലെ, കടലിലാണ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ വെള്ളത്തിലാണ് എന്ന് പറയുന്ന പോലെ, ഭഗവാന്റെ അടുത്ത്, അത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. കാര്യം ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം ശുദ്ധ ഭക്തർക്കുണ്ട്. യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണേസ്തത്ര സമാസതേശ്വര. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, കോണ്ടെക്സ്റ്റിൽ ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യും. അതാണ് ഇവിടെ പ്രഭുപാദ് അതിനെ കുറിച്ച് പറയുന്നു. ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തരെ ആ ഒരു ലെവലിൽ തന്നെ കാണണം എന്നുള്ളത്. കാര്യം ആ ലെവലിലാണ് അവരുടെ സ്ഥാനം. ഭഗവാന്റെ ഭക്തർക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു അല്ലെ. അത് നമുക്കറിയാം, ഇപ്പോഴും അങ്ങനെയാണ്. ഭഗവാൻ പറയുന്നു, അഹം ഭക്ത പരാധീനോ, ഭക്തരുടെ മുമ്പിൽ ഞാൻ വീണുപോകുന്നു, ഭക്തരുടെ ആ പ്രേമം കാരണം, സ്നേഹം കാരണം. അപ്പോൾ ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭക്തരെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആരാധിക്കാനാണ്. ആരാധിക്കുമ്പോഴാണ് ഭഗവാൻ സന്തോഷം കിട്ടുന്നത്. അതാണ് ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ഭഗവാന്റെ സ്നേഹം ശരിക്കും പറയുകയാണെങ്കിൽ അതിനൊരു അളവില്ല. ഭഗവാനെ ഭക്തരെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പോലുള്ള ആളുകളെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഭഗവാന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും അത്രയില്ല. കാര്യം ആർക്കും സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ജന്മം മാത്രമല്ല, പുഴുവായിരിക്കുമ്പോഴും, കൃമിയായിട്ടിരിക്കുമ്പോഴും, ആനയായിട്ടിരിക്കുമ്പോഴും, എലിയായിട്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കൈവിട്ടിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പലപ്പോഴും പോയിട്ടുണ്ട്. പല ശരീരങ്ങൾ നമ്മൾ സ്വീകരിച്ചു. മൃഗശരീരത്തിലും പുഴുവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ഭഗവത് സ്മരണയാണ് നമുക്ക് ഉണ്ടാവുക? ചിന്തിച്ചു നോക്കൂ. എന്തെങ്കിലും ഭഗവത് സ്മരണ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താഴെ പൂച്ച നടക്കുന്നു, നായ നടക്കുന്നുണ്ട്. അവർക്ക് വല്ലതും അറിയോ ഇവിടെ ഭാഗവത് നടക്കുന്ന കാര്യം? അവർക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മളും എത്രയോ ജന്മജന്മാന്തരങ്ങൾ ഭഗവാനെ മറന്നുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നമ്മളെ മറന്നിട്ടില്ല. അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഇനിയും ഫ്യൂച്ചറിലും ഉണ്ടാവും. അത്രമാത്രം സ്നേഹമാണ് ഭക്തരോട് ഭഗവാനുള്ളത്. അതിന്റെ ഒരു ചെറിയൊരു ശതമാനം, ഒരു 1% പോട്ടെ, 1% അത്രയെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭഗവാനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ മോശമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അത്രയും സ്നേഹിക്കുന്ന ഭഗവാനോട് നമ്മൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഭഗവാനെ സ്നേഹിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീല പ്രഭുപാദും ആചാര്യന്മാരും നമ്മളെ അത് പഠിപ്പിക്കുന്നു.
അപ്പോൾ ഭഗവത്ഗീത ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം. ആ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീത ഭാഗവതമൊക്കെ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. ഗുരുജനങ്ങൾ ഭാഗവതം ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു, തുറന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ട് തുറന്നിട്ടില്ല, പക്ഷെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക, കേൾക്കുക. ഗുരു മുഖ പത്മവാക്യ, ഗുരുവിൽ നിന്ന് കേൾക്കുക. ഗുരു പറയുന്നത് എന്താണോ അത് ചെയ്യുക. പൂർണ്ണമായും ഗുരുവിനെ ശരണം പ്രാപിക്കുക. അങ്ങനെയാവുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ വെളിപ്പെടും. ഈ ശാസ്ത്രവും ജ്ഞാനവും എല്ലാം വെളിപ്പെടുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഓർക്കാം ഇവിടെ. പിന്നെ പ്രഭുപാദ് വേറൊരു കാര്യം കൂടെ പറയുന്നു നാരദമുനിയെ കുറിച്ച്. നാരദമുനിയെ പോലെ ഒരു പ്രചരണം ചെയ്യുന്ന ഒരാൾ വേറെയില്ല. ലോകം മുഴുവനും അദ്ദേഹത്തിന് സഞ്ചരിക്കാം. സഞ്ചരിച്ച് അദ്ദേഹം ചെയ്യുന്ന എന്താണ്? പ്രചരണം ചെയ്യുവാണ്. വൈകുണ്ഠ ലോകം മുതൽ പാതാള ലോകങ്ങളിലേക്ക് വരെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പോവാം. എവിടെ വേണമെങ്കിൽ പോവാം. ഏത് ബ്രഹ്മാണ്ടത്തിലേക്കും പ്രവേശിക്കാം. അത്രയും ശക്തിയുണ്ട്. അത്രയും സ്പെഷ്യൽ ആണ് നാരദമുനി. നാരദമുനിയെ പോലെ പ്രചരണം ചെയ്യുന്ന ഒരാളില്ല. അദ്ദേഹം എപ്പോഴും വീണയെടുത്ത് ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കുന്നു. നാരദമുനി ഭജായ വീണ രാധികാരമണ നാമേ. രാധാരമൺ നാമം ചൊല്ലിക്കൊണ്ട്, രാധാകൃഷ്ണന്റെ നാമം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും തുമ്പുരുടുത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, നാരദമുനിയെ പോലുള്ള അങ്ങനെയുള്ള ഭക്തരെ ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ അതിൽ അത്ഭുതം എന്താണ്? ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയില്, അല്ലെ? അതായത് ഈ ഒരു സന്ദേശം ആരാണോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, അർജുനോട് പറയുന്നു അവസാനത്തെ അധ്യായത്തിൽ, 18ാമത്തെ അധ്യായത്തിൽ, ഈ നമ്മൾ തമ്മിലുള്ള സംവാദം ആരാണോ പ്രചരിപ്പിക്കുന്നത്, ആരാണോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരെന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത്. നചത്തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ. അപ്പോൾ അതാണ്. അപ്പൊ നാരദമുനി ചെയ്യുന്നതാണ്. അപ്പോൾ നാരദമുനിയുടെ പാത പിന്തുടരുകയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ. ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ പറയുന്നത് കേട്ട് നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ആചരിക്കുക, കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നാരദമുനിയെ പോലെ ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നാരദമുനിയുടെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും അതിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ. കാര്യം നാരദമുനി അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്യാത്ത കാര്യമല്ല. അദ്ദേഹം സദാസമയം ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും, നാരദമുനിയാണ് നമ്മുടെ ജഗദ്ഗുരു ഈ ഒരു കാര്യത്തിൽ, പ്രചരണത്തിൽ. ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. അദ്ദേഹം വീണയെടുത്ത് ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം, ഒരു ഭക്തൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഭഗവാന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന കാര്യം. ഹരേ കൃഷ്ണ. 39 മുതൽ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് की जय, जगद्गुरु श्रीपाद नारद मुनि की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेद गौर भक्त वृंद की जय, गौड़ी गुरु वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭുജി, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്ന് പറഞ്ഞാല് ഭഗവാനെ കിട്ടണമെങ്കിൽ ഗുരുവിനെ കിട്ടണം. അങ്ങനെ ഗുരുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഴ്സിന്റെ ഇങ്ങനെ ഫൈനൽ കോഴ്സിന്റെ വന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയണ്ടായി, കല്യാണ മണ്ഡപത്തിൽ പോയി അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ 60 പേരുള്ളതിൽ 30 പേര് മാറി. ഗുരുവും ദീക്ഷയും ഭഗവാനും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു. 30 പേരെ ഇനി ബാക്കിയുള്ളൂ.
അപ്പൊ ഈ പരമപുരുഷന്റെ അടുത്തേക്ക് ഇപ്പൊ പ്രഭുജി പറഞ്ഞ ആ പുഴുവിലും കൃമിയിലും ഒക്കെ ഭഗവാൻ കൂടെ വന്ന് നമ്മളെ കൂടെ 5 വർഷം കൊണ്ടുള്ള ട്രെയിനിങ് ആണ്. എങ്കിൽ പോലും ആ ഉള്ളി വെളുത്തുള്ളി പോലും മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അങ്ങനെ ഒരു ഇതിന് എന്ത് പറയും മറുപടി പറയാം പ്രഭു? ഭഗവാന്റെ അനുഗ്രഹം എന്നെങ്കിലും അവർക്ക് മനസ്സിലാവും പ്രഭു. എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. പ്രഭു പറയുമ്പോൾ ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആയിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ പകുതിയായി എന്നല്ലേ പ്രഭു പറഞ്ഞേ? ഏകദേശം ആൾക്കാരെ 60 പേരോളം ഉണ്ടായിരുന്നു. ദീക്ഷ എടുക്കണ ലെവലിലേക്ക് ആ അതെ റേഞ്ചിലേക്ക് അതെ 6 വർഷം കൊണ്ടുള്ള ട്രെയിനിങ് ആണ്. ആ ഉം. ട്രെയിനിങ്ങിൽ ആ അവസാനം ഫൈനൽ പോയിന്റിൽ എത്തിയപ്പോഴേക്കും 30ആയി. ഈ ഒരു നിസ്സാരം ഉള്ളിയും വെളുത്തുള്ളിയും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 30 പേരോളം മാറി. അപ്പൊ ഹരേ കൃഷ്ണ. പെട്ടെന്ന് എനിക്ക് ഷോക്ക് പോലെ ആയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ മെർസി അവർക്ക് ഉണ്ടാവട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യം ഇതെല്ലാം ഉള്ളിന്ന് തോന്നേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ചായ ഉപേക്ഷിക്കുക, കാപ്പി ഉപേക്ഷിക്കുക, ഉള്ളി വെളുത്തുള്ളി എല്ലാം നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും ആക്ച്വലി വലിയൊരു സംഭവം അല്ല. അതിനേക്കാൾ എത്രയോ വലിയ വലിയ തടസ്സമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ ഉപേക്ഷിക്കുന്നത് വലിയൊരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതൊന്ന് ഒരു തുടക്കത്തിൽ അത് ഉപേക്ഷിക്കുക എങ്ങനെയാണെന്നുള്ളൊരു ചിന്തയാണുള്ളൂ. അതിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. കാര്യം ഭഗവാന്റെ നാമത്തെയും സത്സംഗത്തിലും നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഭാഗവതമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നാച്ചുറലി അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം ഓട്ടോമാറ്റിക്കലി പോവും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. ഭഗവാൻ അവരെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും അവർക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായി തീർച്ചയായിട്ടും തിരിച്ചു വരും പ്രഭു. തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാര്യം ഇങ്ങനെയുള്ള ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ അത് ഉണ്ടാവും പെർമനന്റ് ആയിട്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ആ ഒരു തിരിച്ചറിവുണ്ടാവും. അങ്ങനെ തിരിച്ച് അവരെല്ലാവരും വരും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എപ്പോൾ എന്നുള്ളത് ആണുള്ളത്. അപ്പൊ നമ്മൾ പരമാവധി മാക്സിമം എൻകറേജ് ചെയ്യുക എല്ലാവരെയും. കാര്യം നമ്മൾ പറയുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനെല്ലാത്തിനും പ്രൂഫ് ഉണ്ട്. ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്, സംശയമൊന്നുമില്ല. പിന്നെ ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നോക്കാം, പ്രാർത്ഥിക്കാം, ട്രൈ ചെയ്യാം, അത്ര തന്നെ. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ പറഞ്ഞു, ഞങ്ങളെ എവിടെയൊന്നും സത്സംഗം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ജഗസാക്ഷി പ്രഭു അവരൊന്നും വരുന്നില്ല, ഞങ്ങൾക്ക് സത്സംഗം വേണം